Good morning. Good Good morning. morning. സുഖാണോ? കുറച്ച് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്? സുഖമായിട്ടിരിക്കുന്നു മിസ്. ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആഘോഷിച്ചോ? മിസ്സിന് എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ? സൂപ്പർ ആയിരുന്നു. ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചാ? വീട്ടില് വിരുന്നാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുലിക്കൂടൊക്കെ കിട്ടിയോ? സ്റ്റാറൊക്കെ കിട്ടാ? ഓക്കെ. ചെയ്തു. പുലിക്കൂട് എഴുതി സ്റ്റാർ എടുത്ത്. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ ക്ലാസ്സിലോട്ട് വരുമ്പോ ക്വാളിറ്റി മാനേജ്മെന്റ് ആണല്ലോ എടുത്തത്. നമ്മള് വായിച്ചു നോക്കിയിട്ടുണ്ടാ? അല്ലെങ്കിൽ ക്രിസ്മസിൽ പോയാ ക്വാളിറ്റി മാനേജ്മെന്റ്? ഓർമ്മയുണ്ടാവല്ലോ. ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ല ആഘോഷം ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് ഒക്കെ കൈമാറി, ഫുഡും കാര്യങ്ങളും, ഡാൻസും, പാട്ട്. അങ്ങനെ പാട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ. സെലിബ്രേഷന്റെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ മിസ്സേ? വീഡിയോ ഇട്ടിട്ടില്ല അവര്. ചോദിക്കട്ടെ കേട്ടോ ഓഫീസില്. പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് നോക്കിയോ? വായിച്ചു നോക്കിയിട്ടുണ്ടാ? എന്തായിരുന്നു ക്വാളിറ്റി? ക്വാളിറ്റി എന്തായിരുന്നു? ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ കുറിച്ചിട്ടുള്ളൊരു ജഡ്ജ്മെന്റ്. നമ്മള് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നതാണെന്ന് നമ്മ വിലയിരുത്തില്ലേ? അതിനെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ ഏതായിരുന്നു? പറയാൻ പറ്റുമോ? കുറച്ച് വേർഡ്സിന്റെ കാര്യം പറഞ്ഞോ. ബ്യൂട്ടിഫുൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തിങ്, വാല്യൂ ഫോർ മണി. ഓക്കെ. ക്വാളിറ്റി ഓഫ് കെയർ എന്തായിരുന്നു? അറിയാവുന്നത് പറഞ്ഞാൽ മതി. ക്വാളിറ്റി ഓഫ് കെയർ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഫീൽഡില് വരുന്ന, പിന്നെ ലാബ്, നഴ്സിംഗ് കാറ്റഗറീസ് എന്നീ മേഖലയിൽ നിന്നൊക്കെയാണ് ക്വാളിറ്റി കെയർ ഒക്കെ കൊടുക്കുന്നത്. പിന്നെ പേഷ്യന്റിന് ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ ആയിരിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും. പേഷ്യൻസിന് എപ്പോഴും ബെനിഫിറ്റ് ആയിരിക്കണം. എന്തൊക്കെ പാലിക്കണം നമ്മള് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോ? ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെ, അതുപോലെ ഗൈഡ് ലൈൻസ്, പ്രോട്ടോകോൾസ് ഒക്കെ നമ്മള് പാലിച്ചുകൊണ്ടായിരിക്കണം ക്വാളിറ്റി ഓഫ് കെയർ നൽകേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇത്ര വരെ ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെയാണ് മിസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. ഓക്കെ, ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. ഒരു ക്വാളിറ്റി സർവീസ് ഒരു ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെന്താണ് മെനി പാർട്സ് ഉണ്ട്. കമ്പോണൻസ് ആണ് നമ്മുടെ ക്വാളിറ്റി കെയറിന്റെ കമ്പോണൻസ് ആണ് നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. We should understand this in order to refine quality of care. The part of listed
In the box below, we shall look briefly at each of the parts. എന്താണ് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ ആ കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. എന്തൊക്കെയാണ് ആ കമ്പോണൻസ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ ആണ് ആക്സസ്, അല്ലെ? ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രവേശനം. ഓക്കെ, ആക്സസ് എന്ന് പറഞ്ഞാല് പ്രവേശനം. ഇനി എന്താണ്? ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. ഫസ്റ്റ് വൺ ആണ് ആക്സസ്, അതാണ് പ്രവേശനം എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് എന്താണ്? ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. ഇനി എന്താണ്? ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി എന്താ? ഇക്വിറ്റി സമത്വം, തുല്യത. ഓക്കെ, സമത്വം. ഇനി ഇഫക്റ്റീവ്നെസ്. ഇഫക്റ്റീവ്നെസ് എന്താ? ഫലപ്രാപ്തി. എഫിഷ്യൻസി എന്താ? എഫിഷ്യൻസി എഫിഷ്യൻസി എന്താ? കാര്യക്ഷമത. എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് കാര്യക്ഷമത. കണ്ടിന്യൂറ്റി അറിയാലോ? കണ്ടിന്യൂറ്റി എന്താ? തുടർച്ച. സേഫ്റ്റി, സുരക്ഷ. അതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻസ്, അല്ലെ? വ്യക്തിബന്ധങ്ങൾ. Interpersonal relations means വ്യക്തിബന്ധങ്ങൾ. എമിനിറ്റീസ് എന്താ? സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് എന്നൊക്കെ പറയാം. സൗകര്യങ്ങളാണ് എമിനിറ്റീസ് കേട്ടോ. ഇത്രയും 9 കോമ്പിറ്റൻസ് ആണ് ക്വാളിറ്റി കെയറിനുള്ളത്. ഏതൊക്കെയാണ്? ആക്സസ് ഉണ്ട്, അതുപോലെ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ഇക്വിറ്റി, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് എമിനിറ്റീസ്. ഓക്കെ ആണോ? കിട്ടിയോ? ഇനി ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഫസ്റ്റ് വൺ നോക്കിയേ, ആക്സസ് ടു സർവീസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലേ, എന്താണ്? പ്രവേശനമാണ്. ആക്സസ് ടു സർവീസ് എന്ന് പറയുമ്പോൾ സർവീസിലേക്കുള്ള പ്രവേശനം, അതാണ് ഫസ്റ്റ് കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. എൻട്രി. Okay, everyone should have an entry to quality health care. അല്ലെ? എന്താണ് everyone എന്ന് പറഞ്ഞാൽ? എന്താണ്? ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ പേഴ്സണും എന്തുണ്ട്? ക്വാളിറ്റി കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ക്വാളിറ്റി കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രവേശനമുണ്ട്. മനസ്സിലായോ? നല്ലൊരു ക്വാളിറ്റി, ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണത്തിലേക്ക് എല്ലാവർക്കും, ആ പരിചരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രവേശനമുണ്ട്. അല്ലെങ്കിൽ കുറച്ചാളുകൾക്ക് മാത്രം നമ്മൾ ക്വാളിറ്റി കെയർ കൊടുക്കുള്ളൂ. എങ്ങനെയാണ്? ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്? എല്ലാവർക്കും കൊടുക്കുമല്ലേ നമ്മള്? അവിടെ ചികിത്സ തേടി വരുന്ന ഓരോ പേഴ്സൺസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവേശനം കൊടുക്കുന്നുണ്ട്. ഇനി നോക്കിയേ, എൻട്രി refers to the ability of the individual to obtain health service. Some of the factors that can affect the entry are. ഇവിടെ നോക്കിയേ, എൻട്രി എന്ന് പറഞ്ഞാല് എൻട്രി refers to, അടിയിലൊന്ന് വരച്ചു വെക്കാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. എൻട്രി ചോദിക്കാറുണ്ട്. എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രി refers to the ability of the individual to obtain health services. അവിടെ വരുന്ന മാർക്ക് ചെയ്യാം കേട്ടോ. Entry refers to the ability of the individual to obtain health services. എന്താണ് എൻട്രി എന്ന് പറഞ്ഞാല്? ഒരു ഹെൽത്ത് സർവീസസ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി എന്താണ്? കഴിവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എൻട്രി എന്ന് പറയുന്നത്. എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെൽത്ത് കെയർ സർവീസസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ, എബിലിറ്റിയെയാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. ആ എൻട്രിക്ക് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ഡിസ്റ്റൻസ്, അതുപോലെ ഫിനാൻഷ്യൽ, അതുപോലെ എന്താണ് ലാസ്റ്റ് വന്നാണ് കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. 3 ഫാക്ടേഴ്സ് ആണ് എൻട്രിക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, അതുപോലെ കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഇനി ഡിസ്റ്റൻസ് എന്താ? ഡിസ്റ്റൻസ് എന്താ മീനിങ്? ഡിസ്റ്റൻസ്
ദൂരം അല്ലെ, ദൂരം. ഓക്കെ, നോക്കി എക്സാമ്പിൾ നോക്കിയേ. വേർ എ ഹെൽത്ത് ഫെസിലിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഫാർ അവേ. കാരണം നമ്മള് ഒരു ഹെൽത്ത് ഫെസിലിറ്റീസ് ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്രയും ഫെസിലിറ്റീസ് ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അവരെ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് കൂടുതലുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഫസ്റ്റ് ദൂരത്തിന്റെ കാര്യം പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? വേർ എ ഹെൽത്ത് ഫെസിലിറ്റീസ് ഈസ് സിറ്റുവേറ്റഡ് ഫാർ അവേ. എന്താണ്? ഇപ്പൊ നമ്മുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലേസിൽ ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അധികം അവർക്ക് കൊടുക്കാനുള്ള അധികം ഫെസിലിറ്റീസോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ആ രോഗിയെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ എന്താണ്? ഓർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റീസ് ആസ് access to quality health care becomes a problem. എന്താണ്? നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോ അസുഖങ്ങൾ ഉള്ളത് കാരണം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ ഡിഫിക്കൽറ്റീസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതാണ് ഡിസ്റ്റൻസിൽ പറയുന്നത്. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ് ഡിസ്റ്റൻസിൽ പറയുന്നത്. ഫസ്റ്റ് റീസൺ എന്താ പറയുന്നത്? നമ്മുടെ പ്ലേസിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് ചികിത്സിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ രോഗങ്ങൾ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റീസ് മൂലം ആ വ്യക്തിക്ക് എന്ത് വരാം? ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. അതാണ് ഡിസ്റ്റൻസിൽ പറയുന്ന കാര്യം. ഓക്കെ ആണോ? ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ഡിസ്റ്റൻസ് മൂലം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? ഫിനാൻഷ്യൽ അല്ലെ. എങ്ങനെയാണ് ഫിനാൻഷ്യൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? ഫിനാൻസ് എങ്ങനെ വരാം? അറിയാൻ പറ്റോ? എന്താണ്? നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരു സ്കാനിങ്ങിന് തന്നെ കൂടുതൽ ക്യാഷ് കൂടുതൽ വേണ്ടി വരും അല്ലെ. നമ്മുടെ അടുത്ത് ചിലപ്പോ എന്താണ് അത് പേ ചെയ്യാനുള്ള പൈസ ഇല്ലാതെ അതാണ് ഫിനാൻഷ്യൽ പറയുന്നത്. എക്സാമ്പിൾ പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റഡ്. കൊടുക്കുന്ന അല്ലെങ്കിൽ അവര് പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസിന് നമ്മളുടെ കയ്യിൽ പൈസ അതിന്റെ ബില്ല് എമൗണ്ട് ഒക്കെ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഫിനാൻഷ്യലുമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പിന്നെന്താണ്? കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. The service provided may not be in keeping with the culture, beliefs and values of some peoples. എന്താണ് പറയുന്നത്? ഇപ്പോ പഴയ ആളുകളൊക്കെ എന്താണ് പഴയ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ പഴയ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം. അതുപോലെ ബിലീഫ് എന്താണ്? വിശ്വാസം. വാല്യൂസ് എന്താണ്? മൂല്യങ്ങള്. അപ്പൊ എന്താണ്? പഴയ കൾച്ചർ, പഴയ സംസ്കാരവും പഴയ വിശ്വാസങ്ങളൊക്കെ ഇട്ട് പോകുന്നവരായിരിക്കാം. അവരെന്താണ്? പുതിയ ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വരുമ്പോ പുതിയ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിൽ. അപ്പോ അവര് പഴയ ആൾക്കാരാകുമ്പോൾ എന്താണ്? പഴയ രീതികളോട് ചേർന്ന് പോകാനായിരിക്കും അവർക്ക് ഇഷ്ടം. പുതിയ രീതികളാകുമ്പോൾ എന്താണ്? അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് പറയുന്നത്. പഴയ കാര്യങ്ങള് ചില ആൾക്കാർ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ പുതിയ കാര്യങ്ങളോട് ചേർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. ഇപ്പോ ഇവിടെ എന്താണ്? ചില ആളുകൾക്ക് സംസ്കാരവും വിശ്വാസവും വാല്യൂസും ഒക്കെ അനുയോജ്യമാവാത്ത രീതിയിൽ ഒരു സർവീസ് നൽകുന്നതെങ്കിൽ ഹോസ്പിറ്റൽസ് അവർക്ക് പഴയ രീതിയിലുള്ള സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതും എന്താണ്? എൻട്രി പ്രവേശിക്കാനായിട്ടുള്ളൊരു റീസൺ അല്ലെങ്കിൽ എന്താണ്? ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻട്രിയുടെ ഫാക്ടർ ആയിട്ട് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഒരു റീസൺ ആണ്. അതുപോലെ ഫിനാൻസ് കമ്പനിയില് പേ ചെയ്യാനുണ്ടാവില്ല. അതുപോലെ തന്നെ പഴയ കാര്യങ്ങളോട് ഒട്ടിച്ചേർന്ന് പോകാനായിട്ടാണ് പഴയ ആളുകൾക്ക് ഇഷ്ടം. അപ്പൊ അവർക്ക് പുതിയ രീതികളോട് ചേർന്നിട്ട് പുതിയ മോഡേൺ രീതികളോടൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് ആക്സസ് ടു സർവീസിൽ പറയുന്നത്?
ക്വാളിറ്റി സർവീസസിന്റെ കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് എന്ത്? ആക്സസ് ടു സർവീസ്, സർവീസിലേക്കുള്ള പ്രവേശനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് എന്താണ്? ക്വാളിറ്റി സർവീസ് ഗുണനിലവാരത്തോട് കൂടിയ ആരോഗ്യ പരിചരണം എല്ലാവർക്കും എന്താണ് ലഭ്യമാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എൻട്രി അല്ലെ, പ്രവേശനം കൊടുക്കുന്നുണ്ട്. അതുപോലെ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രി റെഫേഴ്സ് ടു ദ, ഇമ്പോർട്ടന്റ് ആട്ടോ, എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. എന്താ പറയുന്നത്? ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റിയെ, കഴിവിനെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഇനി എൻട്രിയുടെ 3 ഫാക്ടേഴ്സ് പറയുന്നുണ്ട്: ഡിസ്റ്റൻസ്, ഫിനാൻസ്, കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്ലേസിൽ ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള ഫെസിലിറ്റീസോ സൗകര്യങ്ങളോ ഇല്ലെങ്കിൽ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ഡിഫിക്കൽറ്റിയാണ്, ബുദ്ധിമുട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ് എൻട്രിയുടെ. പിന്നെ എന്താണ്? ഫിനാൻസുകൾ അല്ലെ, ഫിനാൻഷ്യൽ എന്താണ്? നമ്മൾക്ക് പേ ചെയ്യാനായിട്ടുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാവില്ല, അത്രയും പണം കൊടുത്ത് നമ്മൾക്ക് ചികിത്സിക്കാനായിട്ടുള്ള കഴിവുണ്ടാവില്ല. പിന്നെ എന്താണ്? കൾച്ചർ, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് അല്ലെ, സംസ്കാരവും വിശ്വാസവും വാല്യൂസും മൂല്യങ്ങളും. ചിലപ്പോ പഴയ രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ പുതിയ രീതികളോട്, മോഡേൺ രീതികളോടൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല, പഴയ രീതികളോട് ഒപ്പിച്ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോ ഉള്ള ഹോസ്പിറ്റലുകളിലൊക്കെ എന്താണ്? മോഡേൺ രീതിയിൽ, മൾട്ടി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പല പല ഫെസിലിറ്റീസ് മോഡേൺ രീതികൾ വന്നിട്ടുണ്ട്. അപ്പൊ അവയോടൊക്കെ എന്താണ്? അവർക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലായിരിക്കില്ല പഴയ രീതിയിലുള്ള ആൾക്കാരുണ്ടാകുന്നത്. അതും എന്താണ്? ഒരു റീസണായിട്ടാണ് പറയുന്നത്. എൻട്രി പ്രവേശിക്കാനായിട്ടുള്ള 3 കാര്യങ്ങളാണ്, പ്രവേശനത്തിനായിട്ടുള്ള 3 ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, അതുപോലെ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. ഡൗട്ട് ഉണ്ടോ? മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. വായിച്ചു നോക്കൂ കേട്ടോ, 3 കാര്യങ്ങളും. ഓക്കെ ആണോ? ആക്സസ് ടു സർവീസ്. ഓക്കെ, ഇനി നോക്കിയേ, ടെക്നിക്കൽ കോമ്പിറ്റൻസ് അല്ലെ, സാങ്കേതിക കഴിവ്. രണ്ടാമത്തെ കമ്പോണന്റ് ആണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. നോക്കിയേ, technical proficiency as an indicator of quality assurance suggests that we should have sufficient knowledge and skill to perform our functions in order to provide quality services. So, technical competence എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേറ്റർ എന്താ? സൂചനം. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് അല്ലെ,
ഉറപ്പുവരുത്തുക, ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ആര്, ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് സൂചകം. ഇനി എന്താണ്, എങ്ങനെയുള്ള ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും? ഓക്കെ, സജസ്റ്റ് ദാറ്റ് വി ഷുഡ് ഹാവ് സഫിഷ്യന്റ് നോളജ്. സഫിഷ്യന്റ് എന്താണ്? മതിയായ, അല്ലെ, മതിയായ നോളജും സ്കില്ലുമുള്ള സ്റ്റാഫുകളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മതിയായ രീതിയിലുള്ള സ്കില്ലുകളും നോളജുകളും ഉള്ള സ്റ്റാഫുകളായിരിക്കണം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി എന്താണ് എക്സാമ്പിൾ? വൺ മസ്റ്റ് ഗോ ടു എ nursing school and pass the nursing examinations before she come work as a nurse. അല്ലെ, നേഴ്സ് ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം നഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കും, അതിനുശേഷം എക്സാമുകൾ പാസ്സായതിനു ശേഷമാണ് ഒരു നേഴ്സ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നേഴ്സായിട്ട് ആ ജോബിലോട്ട് പ്രവേശിച്ചു, അത് മാത്രം മതിയോ? പ്രാക്ടീസ് വേണ്ടേ അവർക്ക്? അല്ലെ, എന്തൊക്കെയാണ്? even though we are no longer in school, we have to continue and refine our knowledge by reading health books and attending in-service training workshops. അല്ലെ, എന്തൊക്കെയാണ്? ഒരു നേഴ്സായിട്ട് എക്സാമിനേഷൻ പാസ്സായി നേഴ്സായിട്ട് ജോലിയിലേക്ക് കയറിയാൽ മാത്രം പോരാ, അവർക്ക് എന്ത് വേണം? അവരുടെ ആ വർക്കില് പ്രാക്ടീസ് വേണം. അല്ലെ, എന്തൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ട്? റീഡിങ് ഹെൽത്ത് ബുക്സ് വായിക്കണം. അതുപോലെ എന്താണ്? വർക്ക്ഷോപ്പുകള്, അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ അവര് അതിനകത്ത് പങ്കെടുക്കണം. കിട്ടിയോ? മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണ്? സിൻസ് വി ആർ ഹെൽത്ത് പ്രൊഫഷണൽസ്, we should also understand your limits. That is, know what we can do and what we cannot do. എന്താണ്? നമ്മളിപ്പോ ഒരു രോഗിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു, നമ്മൾ ഇത് ചെയ്തു, നമ്മൾ നേഴ്സായിട്ട് ജോബിൽ പ്രവേശിച്ചിട്ടുള്ളൂ, അപ്പൊ നമുക്ക് അത്രയും നോളജും കാര്യങ്ങളും പ്രാക്ടിക്കലും ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. നമ്മുടെ കയ്യില് അദ്ദേഹത്തെ എന്താണ് നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള നോളജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? നമ്മളിപ്പോ പ്രവേശിച്ചിട്ടുള്ളൂ, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? With regard to what we cannot do, we are expected to refer them to other centers and personnel who are more proficient to tackle them. എന്താ ചെയ്യാ? നമ്മൾ ചെയ്യും, അല്ലെ, പ്രൊഫഷണൽസിനെ റെഫർ ചെയ്യും, അല്ലെങ്കിൽ വേറെ ഡോക്ടറെ കണ്ടോളൂ എന്ന് പറയില്ലേ നമ്മള്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കിയേ, our practice should also be controlled by write down standards and guidelines. Example, standard ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻസ്. ഇപ്പോ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് എങ്ങനെ പറയണം? നമ്മള് നല്ല രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും അല്ലെങ്കിൽ എന്താണ് മാർഗനിർദ്ദേശങ്ങളിലൂടെയും ആകണം നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഹോസ്പിറ്റലിലുള്ള നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം, ഗൈഡ്ലൈൻസും നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം നല്ല രീതിയിൽ രോഗികൾക്ക് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ടെക്നിക്കൽ കോമ്പറ്റൻസി എന്താ പറഞ്ഞത്? നമ്മള് സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? അത് എന്താ പറഞ്ഞത്? ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് നല്ല മതിയായ രീതിയിലുള്ള നോളജും സ്കില്ലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ എങ്ങനെയാണ് സ്റ്റാഫുകൾ വരുന്നത്? അവിടെ സ്കൂളിൽ നഴ്സിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ച്, എക്സാമ്പിൾ ആണ് പറയുന്നത്, നഴ്സിംഗ് സ്കൂളിൽ പോയി പഠിച്ച് എക്സാമിനേഷൻ പാസ്സായി ഒരു വർക്കിൽ പ്രവേശിച്ചു, അവരുടെ ജോലിയിൽ പ്രവേശിച്ചു. ആ ജോലിയിൽ പ്രവേശിച്ചാൽ മാത്രം പോരാ, നമുക്ക് പ്രാക്ടീസ് വേണം, അല്ലെ? ഹെൽത്ത് റീഡിംഗ് ബുക്സ്, ഹെൽത്തിനെ കുറിച്ചുള്ള ബുക്സുകൾ വായിക്കുക, അതുപോലെ പല വർക്ക്ഷോപ്പില് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് അവർക്ക് പ്രാക്ടിക്കല് കിട്ടുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ജോബിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലൊന്നും ഉണ്ടാവില്ല, പ്രാക്ടീസും കാര്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ, അല്ലെ? ഒരു രോഗി പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ നമ്മുടെ കയ്യില് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്, അല്ലെ, അദ്ദേഹത്തിന് അപ്പുറമായിരിക്കാം ചിലപ്പോ രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയ ഡോക്ടർ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ റെഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നോട്ട് ചെയ്യുമ്പോൾ മിസ് പറഞ്ഞു തരാം. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവില്ലേ കാര്യങ്ങളൊക്കെ? ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സൂചകം എന്ന് പറഞ്ഞില്ലേ മിസ്? ഫസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചകമാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ മതി. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്? ഇക്വിറ്റി അല്ലെ? ഇക്വിറ്റി എന്താണ്? സമത്വം. ഓക്കെ, എന്താണ്? ക്വാളിറ്റി സർവീസ് ഷുഡ് ബി പ്രൊവൈഡ് ടു ഓൾ പീപ്പിൾസ് അല്ലെ? എല്ലാ പീപ്പിൾസിനും തുല്യമായിട്ടാണ് നമ്മുടെ ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസ് അവരുടെ നീഡ്സിനനുസരിച്ച്, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മള് ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്? poor children, adults, old peoples, pregnant women, disabled, etc. എങ്ങനെയുള്ള പേഴ്സൺസിനാണ് നമ്മള് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പുവർ ആയിട്ടുള്ള പീപ്പിൾസിന്, ചിൽഡ്രൻസിന്, അഡൽട്സ് അറിയാലോ. പിന്നെ എന്താണ്? ഓൾഡ് പീപ്പിൾ അല്ലെ? വൃദ്ധർക്ക്, പ്രഗ്നന്റ് ലേഡീസിന്, അതുപോലെ ഡിസേബിൾഡ്. ഡിസേബിൾഡ് എന്താ? ഡിസേബിൾഡ് വൈകല്യമുള്ളത് കേട്ടോ. ഓക്കെ ആണോ? ഇവർക്കൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാൻഡിക്യാപ്റ്റ്. ഇനി എന്താണ്? ക്വാളിറ്റി സർവീസ് ഷുഡ് ബി മേഡ് അവൈലബിൾ ഇൻ ഓൾ പാർട്ട് ഓഫ് ദ കൺട്രീസ്, ഇൻ വില്ലേജ്, ടൗൺസ് ആൻഡ് സിറ്റീസ് അല്ലെ? വില്ലേജ് ആയിക്കോട്ടെ, സിറ്റീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടൗൺസുകൾ ആയിക്കോട്ടെ, എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ, വില്ലേജും അതുപോലെ ടൗൺസ് ആയിക്കോട്ടെ, സിറ്റീസ് ആയിക്കോട്ടെ, ഇതിലൊക്കെയുള്ള ആളുകൾക്ക് അല്ലെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി സർവീസ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ക്വാളിറ്റി സർവീസ് ഉറപ്പുവരുത്തണം. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിക്കാനല്ലേ ഉള്ളൂ. ഇക്വിറ്റി എന്താണ്? സമത്വം. എല്ലാ ജനങ്ങൾക്കും എന്താണ്? നമ്മൾ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് അതിന്റെ ഉള്ളടക്കം. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇക്വിറ്റി മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇക്വിറ്റി സർവീസിൽ എന്താ പറയുന്നത്? നല്ല രീതിയിൽ പുവർ ആയിക്കോട്ടെ, ചിൽഡ്രൻ ആയിക്കോട്ടെ, അതുപോലെ അഡൽറ്റ്, വൃദ്ധർ, അതുപോലെ പ്രഗ്നന്റ് ലേഡീസ്, വൈകല്യമുള്ള ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി സർവീസ് അവരുടെ നീഡ്സ് അനുസരിച്ച്, അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മള് നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്താണ്? ഇഫക്റ്റീവ്നെസ് അല്ലെ? എന്താണ് ഇഫക്റ്റീവ്നെസ്? ഇഫക്റ്റീവ്നെസ് എന്താ? ഫലപ്രാപ്തി. ഫലപ്രാപ്തി. ഓക്കെ, അപ്പോ ഫലപ്രാപ്തി. We are interested in the type of care that generates positive change in the patient's health or quality of life. നമ്മള് ഒരു ക്വാളിറ്റി, ഒരു ഹോസ്പിറ്റലില് ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോ നമ്മുടെ ആ ജനങ്ങളിൽ അല്ലെങ്കിൽ ആ പേഷ്യൻസിന് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്? അവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും എന്താണ് ക്വാളിറ്റി, ഗുണനിലവാരത്തോടു കൂടിയിട്ടുള്ള ലൈഫ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇത് ഫലപ്രാപ്തി എന്ന് പറയുന്നത്.
ഫലപ്രാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നല്ല മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? പിന്നെ എന്താണ് നോക്കിയേ, we therefore provide treatments that are known to be fruitful. Fruitful എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രദമായ, ഫലപ്രദമായ. For example, giving a child with diarrhea oral rehydration salt. അല്ലെ, ഡയറിയ വന്ന കുട്ടിക്ക് നമ്മൾ എന്താ കൊടുക്കുക? ORS ലൈന് കൊടുക്കാറില്ലേ? നമ്മള് കൊടുക്കാറുണ്ടോ? അപ്പൊ എന്താണ് ORS ലൈന് കലക്കി കൊടുക്കുമ്പോ, അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ കൊടുക്കുമ്പോ ആ കുട്ടിക്ക് അത് നല്ല രീതിയിൽ ആ രോഗം മാറിപ്പോകുന്നുണ്ട്. അതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്. വയറിളക്കം മനസ്സിലായില്ലേ? ഡയറിയ വന്ന ചൈൽഡിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ORS ലൈന് കൊടുക്കുന്നുണ്ട്. ആ ORS ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്. ക്ലിയർ ആയോ? ഇഫക്റ്റീവ്നെസ്, ക്വാളിറ്റി ഇഫക്റ്റീവ്നെസ്, സോറി ഇക്വിറ്റി ഇഫക്റ്റീവ്നെസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇഫക്റ്റീവ്നെസ്സിൽ എന്താ പറഞ്ഞത്? നമ്മള് ഒരു ഹോസ്പിറ്റലില് ഫലപ്രദമായിട്ടുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ, അതുപോലെ ക്വാളിറ്റി ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയേ രണ്ട് കമ്പോണന്റ്. വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസി എന്താണ്? കാര്യക്ഷമത അല്ലെ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് കാര്യക്ഷമത. എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. എന്താ പറയുന്നത്? നമ്മള് നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോ അവിടെ എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് ദ പോസിബിൾ കോസ്റ്റ്, കുറഞ്ഞ ചെലവിലായിരിക്കണം അവിടെ പരിചരണം. വെരി ഗുഡ്. ലീസ്റ്റ് കോസ്റ്റിലായിരിക്കണം അല്ലെ, കുറഞ്ഞ ചെലവിലായിരിക്കണം നമ്മള് കൊടുക്കേണ്ടത്. ഹൈ ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കുമ്പോ
കുറഞ്ഞ ചെലവിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇനി എന്താണ്? We are expected to make the best use of resources. നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസുകൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കൊടുക്കാനായിട്ട്. ആൻഡ് അവർ വേസ്റ്റ് ഓഫ് അവർ റിസോഴ്സസ് അല്ലെ, എന്താ പറയുന്നത് ഇവിടെ? അവേർട്ട് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കുക. ഇപ്പോ ഒരു തുച്ഛമായിട്ടുള്ള രീതിയിലാണ് റിസോഴ്സസുകൾ ഉണ്ടെങ്കിൽ അല്ലെ, കുറഞ്ഞ അളവിലാണ് അല്ലെങ്കിൽ ചെറുതായിട്ടാണ് ആ റിസോഴ്സസുകളൊക്കെ ഉള്ളെങ്കിൽ എന്താണ്? അത് ബെസ്റ്റ് ആയിട്ട് വേസ്റ്റ് ചെയ്ത് കളയാതെ എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ പറയുന്നത്? സെക്കൻഡ് വാല്യൂ എന്താ പറഞ്ഞത്? നല്ല രീതിയിൽ റിസോഴ്സസുകൾ യൂസ് ചെയ്തിട്ട് വേണം ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട്. അതുപോലെ കുറഞ്ഞ അളവിലാണ് അവിടെ, തുച്ഛമായ രീതിയിലാണ് അവിടെ റിസോഴ്സസുകൾ ഉള്ളതെങ്കിൽ ആ റിസോഴ്സസുകൾ വേസ്റ്റ് ചെയ്ത് കളയാതെ അതെന്ത് ചെയ്യണം? നല്ല രീതിയിൽ, കുറച്ചുള്ളെങ്കിൽ അത് നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെന്താണ്? We waste resources, we prescribing unwanted drugs, stocking more drugs than is needed, and making them expire by buying supplies and equipments we do not use. ഇനി എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് റിസോഴ്സസുകൾ വരുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ് അല്ലെ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തരുമ്പോ എന്താണ്? അതിനകത്ത് ചിലപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രഗ്സ് എഴുതിയിട്ടുണ്ടാവും, മരുന്നുകൾ എഴുതിയിട്ടുണ്ടാവാം. ചിലപ്പോ നമുക്ക് രോഗത്തിനായിരിക്കില്ല, വേസ്റ്റഡ് ആയിട്ടുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള മരുന്നുകൾ ഉണ്ടാവാം. അപ്പൊ എന്താണ്? അത് വേസ്റ്റഡ് റിസോഴ്സസ് ആണ്. അതുപോലെ തന്നെ സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്. എന്താണ്? കുറെ അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ എന്താണ്? വേസ്റ്റ് റിസോഴ്സുകളായിട്ട് പോകുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? And making them expiry by buying supplies and equipments. എന്താണ്? നമ്മള് സപ്ലൈ ചെയ്ത് വെക്കുന്നതിലൂടെ എക്സ്പയറി ആയിട്ടുള്ള കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ അവിടെ മെറ്റീരിയൽസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും അവിടെ എക്സ്പയറി ആവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് എന്താണ്? വേസ്റ്റ് റിസോഴ്സസുകൾ സംഭവിക്കുന്നുണ്ട്, വേസ്റ്റ് റിസോഴ്സസ് ആയി മാറുന്നുണ്ട്. അതൊക്കെ അപ്പൊ 3 കാര്യങ്ങളാണ് വേസ്റ്റ് റിസോഴ്സിൽ വരുന്നത്. എന്താണ്? ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുമ്പോൾ ആവശ്യമില്ലാത്ത ഡ്രഗ്സുകൾ, അത് എന്താണ്? വേസ്റ്റ് റിസോഴ്സസ് ആണ്. അതുപോലെ കൂടുതൽ സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലൂടെ. പിന്നെന്താണ്? കുറെ അധികം മെറ്റീരിയൽസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും വാങ്ങി വെക്കുന്നതിലൂടെ, ബൈ ചെയ്ത് വെക്കുന്നതിലൂടെ അത് എക്സ്പയറി ആവാം. ഓക്കെ, മനസ്സിലായോ? കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെന്താണ് അവിടെ ചോദിക്കുന്നത്? ലാസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്ന ചോദ്യമാണ്. എന്തൊക്കെയാണ്? വാട്ട് ഹാപ്പൻസ് when we stock more drugs than is needed. അല്ലെ, കുറെ അധികം ആവശ്യത്തിലധികം മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തൊക്കെയാ സംഭവിക്കുക? കുറെ അധികം മരുന്നുകളൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ കുറെ അധികം മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ആവശ്യത്തിലധികം സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം? എക്സ്പയറി ആയിട്ട് പോവാൻ സാധ്യതയുണ്ട്. അപ്പോ എഫിഷ്യൻസിയിൽ ഓവർ സ്റ്റോക്കിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെയാണ് എഫിഷ്യൻസിയിൽ. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമതയാണ്. അപ്പൊ ഇവിടെ ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോ എന്താ പറയുന്നത്? ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള അല്ലെ, കുറഞ്ഞ ചെലവിൽ വേണം ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ നല്ല ബെസ്റ്റ് റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മള് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാൻ. കുറഞ്ഞ തുച്ഛമായിട്ടുള്ള രീതിയിൽ റിസോഴ്സുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അത് ഫലപ്രദമായിട്ട് ഒട്ടും വേസ്റ്റ് പോവാതെ വേണം അത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ വേസ്റ്റ് റിസോഴ്സുകളായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? പ്രിസ്ക്രൈബ് ചെയ്ത ആവശ്യമില്ലാത്ത ഡ്രഗ്സുകൾ വേസ്റ്റ് റിസോഴ്സസ് ആണ്. അതുപോലെ കുറെ അധികം ഓവർ സ്റ്റോക്ക് ചെയ്യുന്നതിലൂടെ വേസ്റ്റ് റിസോഴ്സസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ്, സപ്ലൈസ്, എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ കുറെ അധികം വാങ്ങി വെക്കുന്നതിലൂടെ എക്സ്പയറി ആയി പോകുന്നുണ്ട്. അതും എന്താണ്? വേസ്റ്റ് റിസോഴ്സസ് ആണ്. ഓക്കെയാണോ? ഇനി എന്താണ്? കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്താണ്?
തുടർച്ച അല്ലെ. കണ്ടിന്യൂറ്റി നോക്കിയേ. Continuity implies that the clients receive the full range of health services he or she needs, and that when the case is beyond us, we refer him or her to right level for further care. എന്താ പറയുന്നത്, നമ്മളൊരു പേഷ്യന്റിന് ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ അവരുടെ നീഡ്സ് അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? ഫുൾ റേഞ്ചിൽ വേണം, ഫുൾ റേഞ്ചിൽ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എന്താ പറഞ്ഞത്? ഹി ഓർ ഷീ ആയിക്കോട്ടെ, അവനായിക്കോട്ടെ, അവളോ ആയിക്കോട്ടെ, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ എങ്ങനെ വേണം കൊടുക്കാനായിട്ട്? ഫുൾ റേഞ്ചിൽ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ എന്താണ്, ചില കേസുകൾ വരുമ്പോ അല്ലെ, ചില കേസുകൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും? നമ്മള് റഫർ ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അതും എന്താണ്? ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമല്ലേ, ഭാഗമാണോ? എന്താണ് ഇവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ല, ആരോഗ്യ ശുശ്രൂഷിക്കാനായിട്ട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യുന്നത്? വേറെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ റഫർ ചെയ്യും. അതും എന്താണ്? കണ്ടിന്യൂറ്റിയുടെ ഭാഗമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ? പറഞ്ഞതിന്റെ കണക്ഷൻ ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? നമ്മള് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് എന്താണ്? കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ തുടർച്ചയാണ്. ആ തുടർച്ചയില് എന്താണ്? രോഗികൾക്ക് നമ്മള് നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവളുടെ അല്ലെങ്കിൽ അവന്റെ ആവശ്യം അനുസരിച്ച് ഫുൾ റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളില് അവളെ ശുശ്രൂഷിക്കാനായിട്ട് ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറെ ഹോസ്പിറ്റലിലോട്ട് റഫർ ചെയ്ത് കൊടുക്കില്ലേ? കൊടുക്കാറുണ്ടോ? കൊടുക്കോ? നമ്മള് അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലേ? ചെയ്യാറില്ലേ? അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോ അതും എന്താണ്? അവന് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സർവീസസിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ലേ? അവിടെയും എന്താണ്? നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോ അവന് രോഗം മാറുന്നുണ്ടല്ലേ. അപ്പോ ഇവിടെ നിന്ന് അവിടേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴും എന്താണ്? അതും ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമാണ്. ഓക്കെ ആണോ? മനസ്സിലായോ എന്താണെന്നുള്ളത്? ഓക്കെ, ഇനി നോക്കിയേ. Continuity may be attended by the patient seeing the same primary hospital care worker or by keeping exact health records so that another staff can have sufficient information to follow up the patient. എന്താണ്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളിലായിരിക്കും പോകുന്നത്. ഇപ്പൊ പനി വന്നാലും ചുമ വന്നാലും ജലദോഷം വന്നാലും എന്താണ്? നമ്മൾ സ്ഥിരം പോകുന്ന ഹോസ്പിറ്റലിലല്ലേ പോവാറ്? അല്ലെങ്കിൽ പനി വരുമ്പോ വേറെ ഹോസ്പിറ്റല്, ചുമ വരുമ്പോ വേറെ ഹോസ്പിറ്റല്, അങ്ങനെയാ പോവാറ്. നമ്മള് എങ്ങനെയാ പോവാറ്? സെയിം ആയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളിലല്ലേ പോവാറ് നമ്മള്? അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാറ്? എങ്ങനെയാ ചെയ്യാറ്? അങ്ങനെയാണല്ലേ. സ്ഥിരമായിട്ട് നമ്മള് കാണിക്കുന്ന ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് പോവാറ്. അപ്പോ അങ്ങനെ പോകുമ്പോ എന്താണ്? അവിടെ നമ്മളുടെ ഇൻഫർമേഷൻസ് ഉണ്ടാവും അല്ലെ. നമ്മൾക്ക് എന്താണ് അസുഖം, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ചികിത്സകൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മരുന്നുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ റെക്കോർഡ്സ് അല്ലെ, ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ ഉണ്ടാവും. നമുക്ക് എന്ത് രോഗം വന്നാലും എന്താണ്? അവിടെ ആ റെക്കോർഡ്സ് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോ ചില അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്താണ്? ഷിഫ്റ്റിംഗ് ഡ്യൂട്ടി ആയിരിക്കും. ചിലപ്പോൾ ഡേ ഉണ്ടാവും, ചിലപ്പോൾ നൈറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇനി മരുന്നുകൾ തരേണ്ടത്, ഇഞ്ചക്ഷൻ വെക്കണോ, ഇഞ്ചക്ഷൻ വേണോ,
ഇനി എപ്പോഴൊക്കെയാണ് ഏത് ടൈമിലൊക്കെയാണ് രോഗിക്ക് മരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ മനസ്സിലായോ. ഷിഫ്റ്റിംഗ് ഡ്യൂട്ടീസ്, ഇപ്പൊ ചില സ്റ്റാഫിന് നൈറ്റ് ഉണ്ടാവും, ചില സ്റ്റാഫിന് ഡേ ഉണ്ടാവും. അപ്പൊ നമ്മുടെ റെക്കോർഡ്സ് നോക്കിയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് റെക്കോർഡ്സ് നോക്കിയിട്ട് സാധിക്കുന്നുണ്ട്. പല പല സ്റ്റാഫുകളായിരിക്കുമല്ലോ നൈറ്റും ഡേയിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, ഇപ്പോ ഡേ നിൽക്കുന്ന സ്റ്റാഫ് പോയി കഴിഞ്ഞാല് നൈറ്റ് നിൽക്കുന്ന സ്റ്റാഫ് വരും. ആ റെക്കോർഡ്സ് നോക്കിയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും എന്താണ്, കണ്ടിന്യൂറ്റിയുടെ ഭാഗമാണ്. ക്ലിയർ ആയോ, മനസ്സിലായോ എന്താണെന്നുള്ളത്? ഒന്ന് വായിച്ചു നോക്കിയേ. എഫിഷ്യൻസിയും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഒന്ന് വായിച്ചു നോക്കട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സേഫ്റ്റി അല്ലെ, സുരക്ഷ. Safety implies that when providing health service, we reduce to the barest minimum injuries, infections, harmful after effects, and other dangers to client, to staff. എന്താ പറയുന്നത്? സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ സർവീസ് നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് ഓരോ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുമ്പോൾ നല്ല സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ എന്താണ്, ഇഞ്ചുറീസ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ഹോസ്പിറ്റലുകളിൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഹാർംഫുൾ ആഫ്റ്റർ സൈഡ് എഫക്ട്സ് അല്ലെ, സൈഡ് എഫക്ട്സ് അനന്തരഫലങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല, സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ്, അതർ ഡേഞ്ചേഴ്സ് ടു ക്ലൈന്റ് ആൻഡ് ടു സ്റ്റാഫ്. അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെയുള്ള സ്റ്റാഫിനായാലും എന്താണ്, അപകടകരമായിട്ടുള്ള രീതിയിലൊന്നും ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ.
സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെയുള്ള സ്റ്റാഫിനായാലും അവിടെ വരുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെയുള്ള സ്റ്റാഫിനായാലും എന്താണ്, അപകട സാധ്യതകളൊക്കെ കുറയ്ക്കാനായിട്ട് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെയാണോ? When providing quality care, we should not put the patient's life at risk. അല്ലെ, പേഷ്യൻസിന് അധികം റിസ്കുകളോ നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ, സുരക്ഷയോട് കൂടിയിട്ടുള്ള ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് റിസ്ക് ഉണ്ടാകുന്നില്ല. എക്സാമ്പിൾ നോക്കി. ഫോർ എക്സാമ്പിൾ, we should not give insecure blood to patients and thereby infect them with HIV or AIDS. അല്ലെ, ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്താണ് ഉണ്ടാവുന്നത്? HIV അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂർ അല്ലാത്ത ബ്ലഡ് കയറ്റുന്നതിലൂടെയാണ് അവർക്ക് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെയാണോ? സേഫ്റ്റി എന്താ പറയുന്നത്? സേഫ്റ്റി നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ, സേഫ്റ്റി സുരക്ഷയോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അനന്തരഫലങ്ങൾ അല്ലെ, സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ വരുന്ന അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും എന്താണ്, അപകടങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? മനസ്സിലായോ? ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സേഫ്റ്റി എന്താ നമുക്കറിയാമോ? സുരക്ഷയാണ്. അവിടെ വരുന്ന രോഗികൾക്കായാലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. എങ്ങനെ? ക്വാളിറ്റി കെയർ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നു. ഓക്കെ ആണോ? ഇനി എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് അല്ലെ? എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാല് വ്യക്തിബന്ധങ്ങൾ. എങ്ങനെയൊക്കെയാണ് വ്യക്തിബന്ധം പുലർത്തേണ്ടത്? ഓക്കെ, ഇറ്റ് refers to the relationship between us and our clients and community, between health managers and their staff. ഇവിടെ പറയുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിലാണ് വേണ്ടത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസ് ഉദ്ദേശിക്കുന്നത് സ്ഥാപനം, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനെയാണ് അസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്ഥാപനം അല്ലെ, സ്ഥാപനവും അതുപോലെ തന്നെ അവിടെ വരുന്ന സ്റ്റാഫും കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഹെൽത്ത് മാനേജേഴ്സും അവിടെയുള്ള സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണ്, we should show respect to your clients അല്ലെ. അവിടെ വരുന്ന ക്ലയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം അല്ലെ, ബഹുമാനിക്കണം. നിങ്ങൾ കളിക്കുന്നാവുമല്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ രോഗികളൊക്കെ കടന്നു വരുമ്പോൾ തന്നെ അവരുടെ സ്റ്റാഫുകൾ ഉണ്ടാവും. എന്ത് ചെയ്യും? എവിടേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ അല്ലെ? നമ്മളുടെ കൂടെ ചിലപ്പോ വഴി കാണിച്ചു കൊടുക്കാനൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു റെസ്പെക്ട് അവിടെ വേണം. പിന്നെന്താണ്, ഫീൽ അവർ പേഷ്യൻസ് അല്ലെ, അനുകമ്പ കാണിക്കണം പേഷ്യൻസ്. നോട്ട് ബി റൂഡ് അല്ലെ, എന്താണ്, പൗരുഷത്തോട് കൂടിയിട്ട് പെരുമാറാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് പാടില്ല, ഷൗട്ട് ചെയ്യാൻ പാടില്ല അവരെ. പിന്നെന്താണ്, നോട്ട് റിവീൽ ഇൻഫർമേഷൻ we get from the patient to other peoples അല്ലെ. ചില പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഉണ്ടാവും, അത് പുറത്തൊന്നും പറയാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവിടെയുള്ള സ്റ്റാഫൊക്കെ അറിയുകയാണെങ്കിൽ അതൊന്നും പുറത്ത് പറയാനായിട്ട് അല്ലെങ്കിൽ പ്രചരിപ്പിച്ച് നടത്താനായിട്ട് പാടില്ല, റിവീൽ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത്? കുറച്ചുകൂടി പറയാനുണ്ട് കേട്ടോ. ഓക്കെ, ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് അല്ലെ, സിമ്പിൾ അല്ലേ? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്ഥാപനവും അവിടെ വരുന്ന ക്ലയൻസും കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഹെൽത്ത് മാനേജേഴ്സും അവരുടെ സ്റ്റാഫുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരിക്കണം പോകേണ്ടത്. അതുപോലെ അവിടെ വരുന്ന സ്റ്റാഫിന് എന്താണ്, റെസ്പെക്റ്റോടുകൂടി അവരോട് പെരുമാറണം. അതുപോലെ തന്നെ അവരുടെ അനുകമ്പ കാണിക്കുക, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാം. അതുപോലെ എന്താണ്, പൗരുഷത്തോട് കൂടിയിട്ട് ഷൗട്ട് ചെയ്യാനൊന്നും പാടില്ല. അവരുടെ ഇൻഫർമേഷൻസ് മറ്റുള്ളവരോട് പറയാനായിട്ട് പാടില്ല. പിന്നെന്താണ്,
This will give rise to a good relationship and trust between the clients or communities and us. എന്താ പറയുന്നത്, നല്ല രീതിയിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ വിശ്വസ്ത പുലർത്താനായിട്ട് സാധിക്കും. Clients regard good interpersonal relationship as an important feature of quality care. അപ്പോൾ important feature എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് എന്താണ്, ഇന്റർപേഴ്സണൽ വ്യക്തിബന്ധങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിലൂടെ ഒരു ഫീച്ചർ, ഒരു ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആക്കി പറയുന്നത്. ആരെയാണ് പറയുന്നത്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സേഫ്റ്റി. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയൊന്ന്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി ഒരു കമ്പോണന്റും കൂടി ഉള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ രണ്ടെണ്ണം. ഓക്കെ ആണോ? രണ്ട് വായിച്ചോ? ഇനി എന്താണ്, ലാസ്റ്റ് വണ്ണും കൂടി പറഞ്ഞിട്ട് നിർത്താട്ടോ നമുക്ക്. എമിനിറ്റീസ് അല്ലെ, എമിനിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൗകര്യങ്ങൾ അല്ലെ, ഫെസിലിറ്റീസ്. These are features that can be given our health facilities to make life smooth and pleasant for clients. ഇങ്ങനെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്താണ്, അവരുടെ ലൈഫ് സുഗമമാക്കാനും സുഖകരമാക്കാനും സാധിക്കുന്നുണ്ട്. They contribute to clients contentment. Contentment എന്താ? കണ്ടന്റ്മെന്റ് ഓർമ്മയില്ല, നമ്മള് മാർക്കറ്റിംഗിലൊക്കെ പഠിച്ചതാണ്. കണ്ടന്റ്മെന്റ് എന്ന വാക്ക് എന്താ? ക്ലയൻസ് കണ്ടന്റ്മെന്റ്, സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ്, ആൻഡ് മേക്ക് ക്ലയൻസ് റെഡി ടു യൂസ് അവർ സർവീസസ്. അവരുടെ ഹോസ്പിറ്റലിന്റെ സർവീസസ് പിന്നെയും ഉപയോഗിക്കാനായിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള സൗകര്യങ്ങള് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെയും ആ സർവീസ് അല്ലെ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, കംഫർട്ടബിൾ സീറ്റ്, ടെലിവിഷൻ സീറ്റ്സ്, മ്യൂസിക് ഉണ്ടാവും, educational materials, educative video films, etc. And the OPD എന്താ? OPD advance. OPD എന്താ? OPD outpatient ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് അല്ലെ, ജനങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും പിന്നെയും അവരുടെ സർവീസ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അവർക്ക് സംതൃപ്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇത്രയും വരെയാണ് നമ്മുടെ കമ്പോണൻസ്. 9 കമ്പോണൻസ് ആണ് ക്വാളിറ്റി ഹെൽത്ത് കെയറിനുള്ളത്. ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ അടുത്ത ആഴ്ച വരുമ്പോ, മറക്കരുത് കേട്ടോ. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത്രയും വരെ പറഞ്ഞതില്? ഓക്കെ ഓക്കെ, താങ്ക് യു.